Hello everyone, welcome back to the channel. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോഡ്യൂൾ 1 ആണ്. അതിൽ ആപ്ലിക്കേഷൻ ഓഫ് ഗ്രാഫ്സ് എന്ന സെക്ഷനിൽ വരാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. വൺ ഓഫ് ദ ആപ്ലിക്കേഷൻ ഓഫ് ഗ്രാഫ് തിയറി എന്ന് പറയാം കോണിക്സ്ബർഗ് ബ്രിഡ്ജ് പ്രോബ്ലം. അപ്പോൾ ഒന്നെങ്കിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, റൈറ്റ് ദ ആപ്ലിക്കേഷൻ ഓഫ് ദ ഗ്രാഫ്സ് എന്നുള്ള രീതിയിൽ ചോദിക്കാം, അതല്ലെങ്കിൽ എക്സ്പ്ലെയിൻ അബൌട്ട് കോണിക്സ്ബർഗ് ബ്രിഡ്ജ് പ്രോബ്ലം ഇങ്ങനെയും ചോദിക്കാം ക്വസ്റ്റ്യൻ. അപ്പോൾ ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന 2-3 അതിനെപ്പറ്റി എഴുതുക. ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതനുസരിച്ച് എഴുതുക. ഇവിടെ കോണിക്സ്ബർഗ് ബ്രിഡ്ജ് പ്രോബ്ലത്തെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് അൺസോൾവ് ആയിട്ട് കിടന്നിരുന്ന ഒരു പ്രോബ്ലമാണ്. ഇൻ 1736 ലിയനാർഡ് ഓയിൽ എന്നുള്ള മാത്തമാറ്റീഷ്യനാണ് അത് സോൾവ് ചെയ്തത്. ഓക്കെ, കോണിക്സ്ബർഗ് ബ്രിഡ്ജ് പ്രോബ്ലം ഇതാണ്. 2 ഐലൻഡുകൾ ഉണ്ടായിരുന്നു. ആ 2 ഐലൻഡുകളിലെ ലാൻഡ് ഏരിയാസിനെ കണക്ട് ചെയ്ത് 7 ബ്രിഡ്ജസ് ഉണ്ട്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആ എല്ലാ 7 ബ്രിഡ്ജസിലൂടെ എക്സാക്ട്ലി വൺസ് ട്രാവൽ ചെയ്ത് എല്ലാ ലാൻഡ് ഏരിയസിലും കവർ ചെയ്ത്, ഓക്കെ, എക്സാക്ട്ലി വൺസ് പാസ് ചെയ്ത് എല്ലാ ലാൻഡ് ഏരിയസിലൂടെ എല്ലാം പോയി തിരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ തിരിച്ചെത്തണം. അപ്പൊ ഇതായിരുന്നു പ്രോബ്ലം. അപ്പൊ ഈ പ്രോബ്ലത്തെ അദ്ദേഹം ഗ്രാഫ് തിയറിക്കൽ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് സോൾവ് ചെയ്തത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ലാൻഡ് ഏരിയാസിനെ വെർട്ടിസസ് ആയിട്ട് കൺസിഡർ ചെയ്തു. അതുപോലെ തന്നെ ബ്രിഡ്ജസിനെ എഡ്ജസ് ആയിട്ടും കൺസിഡർ ചെയ്തിട്ട് അതിനെ ഒരു ഗ്രാഫിലേക്ക് മാറ്റി. എന്നിട്ട് ആ ഗ്രാഫ് സോൾവ് ചെയ്യാണ് ചെയ്തത്. അപ്പൊ നമ്മുടെ ഈ കോണിക്സ്ബർഗ് ബ്രിഡ്ജ് പ്രോബ്ലത്തിന്റെ ഫിഗർ ഇതായിരുന്നു. ഓക്കെ, ഇവിടെ 2 ഐലൻഡുകളുണ്ട്. അതിൽ ലാൻഡ് ഏരിയാസ് ഉണ്ട്, ABCD. ഇത് ലാൻഡ് ഏരിയാസ് ആണ്. ആ ലാൻഡ് ഏരിയാസിനെ കണക്ട് ചെയ്തിട്ട് 7 ബ്രിഡ്ജസ് ഉണ്ട്. ക്വസ്റ്റൻ എന്ന് പറയുന്നത്, ഇപ്പൊ ഈ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ എല്ലാ ബ്രിഡ്ജസിലൂടെ എക്സാക്ട്ലി പാസ് ചെയ്തിട്ട് തിരിച്ച് എവിടെ എത്തണം? ഇവിടെ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ തിരിച്ചെത്തണം. അതായിരുന്നു ക്വസ്റ്റ്യൻ. പക്ഷെ അങ്ങനെ സാധിക്കില്ല എന്നാണ് അദ്ദേഹം പ്രൂവ് ചെയ്തത്. ഈ ഒരു ഫിഗറിന് അദ്ദേഹം അതിന്റെ ഗ്രാഫ്, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫ് വരച്ചു. ആ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഈ രീതിയിലായിരിക്കും. ABCD എന്ന് പറയുന്നത് ഓരോ വെർട്ടിസസ് ആയിട്ട് കൺസിഡർ ചെയ്തു. അതിൽ പറഞ്ഞിരുന്ന ബ്രിഡ്ജസിനെ എല്ലാം ഓരോ എഡ്ജസ് ആയിട്ടും വരച്ചു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരച്ച ഗ്രാഫാണ് ഇത്. അതായത് ഇതിന്റെ സൊല്യൂഷൻ എന്തായിരുന്നു? ഇപ്പൊ A എന്നുള്ള വെർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ എല്ലാ എഡ്ജസിലൂടെ ഒരു തവണ പാസ് ചെയ്ത്, ഓക്കെ, തിരിച്ച് Aയിൽ തന്നെ തിരിച്ചെത്താൻ നമുക്ക് പറ്റില്ല. അതായിരുന്നു അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പ്ലെയിൻ കോണിക്സ്ബർഗ് ബ്രിഡ്ജ് പ്രോബ്ലം എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് എഴുതുക, ഇതിന്റെ റഫ് ഫിഗർ ഒന്ന് വരച്ചു, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫ് വരയ്ക്കും. അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പാത്ത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എങ്ങനെ എഴുതാം? ഇൻ ദിസ് പ്രോബ്ലം ദർ വാസ് 2 islands C and D formed by the Pregel River in Königsberg were connected to each other and to the banks A and B with the 7 bridges. Okay, the problem was to start at any of the 4 land areas of the city ABCD, walk over each of the 7 bridges exactly once and return to the starting point without swimming across the river. Okay, the vertices represent the land areas and the edges represents the bridges. Euler proved that a solution for this problem does not exist. അങ്ങനെയാണ് അദ്ദേഹം പ്രൂവ് ചെയ്തത്. ഇങ്ങനെ ഈ 7 ബ്രിഡ്ജസിലൂടെ എക്സാക്ട്ലി വൺസ് പാസ് ചെയ്ത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ തിരിച്ചെത്താൻ പറ്റില്ല എന്നാണ് അദ്ദേഹം സോൾവ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇതാണ് കോണിക്സ്ബർഗ് ബ്രിഡ്ജ് പ്രോബ്ലം. പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ.